ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം. ദ ബുക്ക് ഓഫ് ജെർമിയ ചാപ്റ്റർ 12. യിരെമ്യാവ് 12-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം യഹൂദ ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഒരു കാലമാണ്. ഒരേ ഒരു വെളിച്ചം യിരെമ്യാവ് എന്ന വ്യക്തി മാത്രമാണ്. യോശിയ രാജാവ് ഇവിടെ കൊല്ലപ്പെടുന്നു. ആ സമയം യിരെമ്യാവ് തന്റെ സ്വന്തം ദേശമായ അനാഥോത്ത് വിട്ടുപോകുവാൻ നിർബന്ധിതനായി. യെഹോയാക്കീം എന്ന ദുഷ്ടരായ മനുഷ്യൻ സിംഹാസനത്തിൽ ഭരിക്കുവാനെത്തി. സാഹചര്യങ്ങൾ കൂടുതൽ വഷളായി. ഈ സാഹചര്യത്തിൽ യിരെമ്യാവിന്റെ ഹൃദയത്തിൽ സംശയമുണ്ടാകുന്നതായി നാം കാണുന്നു. Jeremiah chapter 12 is a profound dialogue where the prophets wrestled with the prosperity of the wicked and questions God's justice. ഈ അധ്യായം പ്രധാനമായും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ള പ്രവാചകന്റെ ചോദ്യങ്ങളും അതിന് ദൈവം നൽകുന്ന മറുപടിയും ഒടുവിൽ യഹൂദയ്ക്കും അവരുടെ അയൽപ്പക്കത്തുള്ള ജനതകൾക്കെതിരെയുമുള്ള മുന്നറിയിപ്പും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. വേഴ്സ് 1. ഈ വാക്യത്തിൽ ആഴമേറിയൊരു ചോദ്യം യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുന്നു. ദുഷ്ടന്മാർ എന്തുകൊണ്ട് ക്ഷേമത്തോട് ജീവിക്കുന്നു? ഇതിൽ 2 പ്രധാന കാര്യങ്ങൾ പ്രവാചകൻ പങ്കുവയ്ക്കുന്നു. ദൈവം എപ്പോഴും നീതിമാനാണെന്നും അവന്റെ തീരുമാനങ്ങൾ തെറ്റുകയില്ലെന്നും സമ്മതിക്കുന്നു. 2. ലോകത്തിൽ കഠിന അധ്വാനം ചെയ്യുന്നവരും ദൈവത്തെ ഭയക്കുന്നവരും കഷ്ടപ്പെടുമ്പോൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ വിജയിക്കുന്നതും സമാധാനത്തോട് ജീവിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് പ്രവാചകൻ ചോദിക്കുന്നു. തന്റെ മനസ്സിലെ സങ്കടങ്ങൾ ദൈവത്തോട് തുറന്നു പറയുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണിത്. വേഴ്സ് 2. യിരെമ്യാവ് ദൈവത്തോടെ വളരെ സങ്കടത്തോടെ സംസാരിക്കുന്ന ഒരു ഭാഗം. നീ അവരെ നട്ടു, അവർ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്നു. ദുഷ്ടന്മാർ എന്തുകൊണ്ട് നന്മ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കുന്നു? അവർ അവരുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും വ്യാജമായ ഭക്തിയാൽ ദൈവത്തിന്റെ പേര് പറയുകയും ചെയ്യുന്നു. അവരുടെ ഉള്ളിൽ ദൈവഭയമില്ല. ദൈവം അവരുടെ ഹൃദയത്തിനോ ദൂരസ്ഥൻ തന്നെ. ദൈവത്തെ സ്നേഹിക്കുന്നവർ കഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ വഞ്ചിക്കുന്ന ദുഷ്ടന്മാർ തഴച്ചു വളരുന്നത് എന്തുകൊണ്ട് എന്ന് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നു. വേഴ്സ് 3. യിരെമ്യാ പ്രവാചകന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയും വിലാപവും ഈ വാക്യത്തിൽ നിഴലിച്ചു കാണുന്നു. നീ എന്നെ കണ്ടു, നീ എന്നെ അറിയുന്നു, എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ താൻ ദൈവത്തോടെ വളരെ വിശ്വസ്തനാണെന്ന് യിരെമ്യാവ് വ്യക്തമാക്കുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിഴക്കണമേ. കൊല ദിവസത്തിനായി അവരെ വേർതിരിക്കണമേ. ഇത് ശത്രുക്കൾക്കെതിരെയുള്ള യിരെമ്യാവിന്റെ കഠിനമായ പ്രാർത്ഥനയാണ്. തന്റെ ജനത്തിന്റെ കപടതയും ശത്രുക്കളുടെ അതിക്രമങ്ങളും കണ്ട് മനം നൊന്ത് ദൈവത്തിന്റെ നീതി നടപ്പിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഴ്സ് 4. The lament over creation. Because of the continuous sins and unfaithfulness of the people, even the earth itself mourns, plants are withering, and animals and birds are perishing. യഹൂദ ജനതയുടെ പാപങ്ങളും ദൈവത്തോടുള്ള അനുസരണക്കേടും കാരണം ആ ദേശത്ത് വലിയ വരൾച്ചയും ക്ഷാമവും ഉണ്ടായി. അത് നിമിത്തം സസ്യങ്ങളും പുല്ലുകളും ഉണങ്ങിപ്പോകുന്നു. ദൈവം ഞങ്ങളുടെ ഭാവി കാണുകയില്ല. പ്രവാചകൻ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നില്ലെന്ന് അവർ പരിഹസിച്ചു പറയുന്നു. മനുഷ്യന്റെ പാപങ്ങൾ പ്രകൃതിയെപ്പോലും ദോഷകരമായി ബാധിക്കും. വേഴ്സ് 5 means that if you give up during small challenges, you will not be ready for much bigger hard trials. God is challenging the prophet to be stronger and endure hardships. കാലാൾപ്പടയോടെ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആളുകളോടെ ഓടിയപ്പോൾ
തന്നെ തളർന്നു പോയെങ്കിൽ കുതിരകളോടെ വലിയ ശക്തികളോടെ എങ്ങനെ മത്സരിക്കും എന്നാണ് ദൈവം ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ നീ തളർന്നാൽ ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളെ എങ്ങനെ നേരിടും? ഇത് നമുക്കുള്ള വലിയൊരു പാഠമാണ്. ദൈവം നമ്മുടെ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്നത് വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കാനാണ്. പ്രതിസന്ധികൾ കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. ദൈവം നമ്മെ വലിയ യുദ്ധങ്ങൾക്കായി ഒരുക്കുകയാണ്. വേഴ്സ് 6. യിരെമ്യാ പ്രവാചകനെ ശത്രുക്കൾ മാത്രമല്ല, തൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളും സ്വന്തം നാട്ടുകാരായ അനാഥോത്തുകാരും ഒറ്റിക്കൊടുക്കുകയും വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തു. അവർ പ്രവാചകനോട് നല്ല രീതിയിൽ ഇടപെട്ടാലും അവരുടെ ഉള്ളിൽ വഞ്ചനയാണുള്ളത്. ദൈവം യിരെമ്യാവിന് മുന്നറിയിപ്പ് നൽകുന്നു. അവർ നിന്നോട് ചക്രവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. ഇവിടെ ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ച് ജീവിക്കുക. വേഴ്സ് 7. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രാണപ്രിയയെ ദൈവം തന്റെ പ്രാണന് തുല്യമായി സ്നേഹിച്ച് കരുതി. പക്ഷെങ്കിൽ അവർ ദൈവത്തെ മറന്ന് നിന്ദിച്ച് ദൈവത്തെ പുറന്തള്ളി. അതുകൊണ്ട് ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ ഒരു കഴിഞ്ഞ പ്രോഫസിയാണ് പറഞ്ഞിരിക്കുന്നത്. യെരുശലേം ദേവാലയം നശിക്കുമെന്നും ദൈവത്തിന്റെ മക്കളെ ശത്രുക്കളുടെ ബാബിലോൺ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ട് നശിക്കും. The Jerusalem temple was destroyed 586 BC by Nebuchadnezzar, the king of Babylon. ഇത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. വേഴ്സ് 8. സ്നേഹത്തോടെ പരിപാലിച്ച സ്വന്തം ജനം കാട്ടിലെ സിംഹം ഇരയെ ആക്രമിക്കാൻ അലറുന്നത് പോലെ അവർ ദൈവത്തിനെതിരെ അലറി. അതുകൊണ്ട് ദൈവം അവരെ വെറുക്കുന്നു. നാം ദൈവത്തോട് നന്ദികേടും അനുസരണക്കേടും കാണിക്കുമ്പോൾ അതൊരു അപകടകരമായ സിറ്റുവേഷനിലേക്ക് നമ്മളെ നടത്തും. വേഴ്സ് 9. God uses a metaphor of a wounded bird and a wild beast to describe his own people, Israel. ഇവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം പുള്ളിയുള്ള പക്ഷി, സ്പെക്കിൾഡ് ബേർഡ്, അതിനോട് ഉപമിക്കുന്നു. ഈ പുള്ളിപ്പക്ഷിയുടെ വ്യത്യസ്തമായ നിറമുള്ള കാരണത്താൽ മറ്റു പക്ഷികൾ കൂട്ടത്തോടെ ഇതിനെ ആക്രമിക്കാൻ തുടങ്ങും. അതുപോലെ ദൈവജനമായ ഇസ്രായേൽ ചുറ്റുമുള്ള വിജാതീയരുടെ ആചാരങ്ങളും വിഗ്രഹാരാധനയും അനുകരിച്ചപ്പോൾ അവർ ആത്മീയമായി ഒരു പുള്ളിപ്പക്ഷിയെപ്പോലെ സമ്മിശ്ര സ്വഭാവമുള്ളവരായി മാറി. കഴുകന്മാർ അതിനെ ചുറ്റിയിരിക്കുന്നു. അവർ ദൈവത്തോട് കാണിച്ച അവിശ്വസ്ത കാരണം ശത്രു രാജ്യങ്ങൾ അവരെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കാട്ടുമൃഗങ്ങളെ കൂട്ടിക്കൊണ്ട് തിന്മാൻ വരുവീൻ. ചത്തുകിടക്കുന്ന ഇരയെ തിന്നാൽ വന്യമൃഗങ്ങളെ ക്ഷണിക്കുന്ന ഒരു ചിത്രമാണിത്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെടുത്തി ദൈവിക കൽപ്പനകൾ ലംഘിച്ചതുകൊണ്ട് ദൈവം അവരെ ശത്രു സംഹാരത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. വേഴ്സ് 10. ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്ന ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെയും രാജാവിന്റെ കൂടെയുള്ള സൈന്യാധിപന്മാരെയുമാണ് ഇടയന്മാർ എന്നിവിടെ വിശേഷിപ്പിക്കുന്നത്. ബൈബിളിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇസ്രായേൽ ജനതയെയും യഹൂദ ദേശത്തെയുമാണ് മുന്തിരിത്തോട്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഓഹരി എന്ന് വിളിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ അവിശ്വസ്തയും പാപങ്ങളും നിമിത്തം ദൈവ സംരക്ഷണം അവർക്ക് നഷ്ടമായി. അതിൻ്റെ ഫലമായി ശത്രു രാജ്യങ്ങൾ ആ മനോഹരമായ രാജ്യത്തെ ശൂന്യ മരുഭൂമിയാക്കി. നേതാക്കന്മാർ ദൈവ വഴികളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് വലിയ നാശത്തിലേക്ക് നയിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. വേഴ്സ് 11. ഇവിടെ ഈ വാക്യത്തിൽ ശൂന്യമായി എന്ന വാക്ക് 3 പ്രാവശ്യം കാണാം. ശൂന്യമാക്കിയിരിക്കുന്നു, ശൂന്യമായി തീർന്നതിനാൽ, ശൂന്യമായി പോയിരിക്കുന്നു. അത് യഹൂദയുടെ പൂർണ്ണ നാശത്തെ കുറിക്കുന്നു. ഒരു കാലത്തെ ദൈവം എല്ലാ അനുകൂലങ്ങളും കൊടുത്ത് സമ്പൽ സമൃദ്ധമായ രാജ്യം ഇന്ന് ദൈവത്തിൻ്റെ ന്യായവിധി
ദേശത്തിന്മേലടിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ഹൃദയത്തിൽ എടുക്കാതിരുന്നാൽ വലിയ ആത്മീയ നഷ്ടമുണ്ടാകും. വേഴ്സ് 12. ഇസ്രായേലും യഹൂദയും പരസംഗം ചെയ്ത സ്ഥലമായ കുന്ന് ഇന്ന് പാപം കൊണ്ട് നശിച്ച് മൊട്ടക്കുന്നുകളായി. ഈ മൊട്ടക്കുന്ന് വഴി ശത്രുക്കളായ ബാബിലോൺ സൈന്യം ഇരച്ചു കയറും. എത്ര വലിയ കോട്ടയ്ക്കകത്ത് സുരക്ഷിതരായി ഇരുന്നാലും അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. യഹോവയുടെ വാൾ ദേശത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാശം വിതയ്ക്കുന്നു. ഇവിടെ യഹോവയുടെ വാൾ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബാബിലോൺ സൈന്യത്തെയാണ്. ആർക്കും സമാധാനമില്ല. നമ്മൾ പാപം ചെയ്ത് അനുതപിച്ചില്ലെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നു ചേരുമെന്ന് ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നു. വേഴ്സ് 13. സോയിങ് വീറ്റ്, റീപ്പിംഗ് ത്രോൺസ്. ഗോതമ്പ് എന്നത് വിലയേറിയതും ജീവനെ നിലനിർത്തുന്നതുമായ നല്ല വിളവാണ്. എന്നാൽ അതിനു പകരം അവർ കൊയ്തത് ഉപദ്രവകരമായ മുള്ളുകളാണ്. എന്നാൽ അവരുടെ അധ്വാന ഫലം കണ്ടപ്പോൾ അവർക്ക് ലജ്ജയും അവമാനവും ഉണ്ടായി. ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവഹിതത്തിന് പുറത്ത് നാം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ബിസിനസ്സോ കുടുംബജീവിതമോ എന്തു തന്നെയായാലും ഒടുവിലത് പരാജയത്തിലും ലജ്ജയിലുമായിരിക്കും അവസാനിക്കുക. നമ്മുടെ അധ്വാനം സന്തുഷ്ടമാകാൻ നാം ദൈവത്തോടെ എപ്പോഴും വിശ്വസ്തത പുലർത്തണം. വേഴ്സ് 14. ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ അവകാശമായി നൽകിയ കനാൻ ദേശത്തെ ആക്രമിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഇസ്രായേലിന് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളായ ബാബിലോൺ, അസിറിയൻസ്, ഏദോമൈറ്റ്സ്, ഈജിപ്ഷ്യൻസ്, ഫിലിസ്റ്റീൻസ്, അമോനൈറ്റ്സ്, മോവാബ് ഇസ്രായേലിന്റെ തകർച്ചയിൽ സന്തോഷിക്കുകയും അവരുടെ ദേശം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ വാക്യം വ്യക്തമാക്കുന്നത് ഈ ദുഷ്ട അയൽക്കാരെ ദൈവം വേരോട് പിഴുതെറിയും എന്നാണ്. യഹൂദ ജനങ്ങൾ ദൈവത്തോട് കാണിച്ച അവിശ്വസ്ത കാരണം ദൈവം അവരെയും സ്വന്തം ദേശത്ത് നിന്ന് പിഴുതുമാറ്റും. ദൈവത്തിനാണ് എപ്പോഴും പരമാധികാരം. ഒരു വ്യക്തിയെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ദൈവമാണ്. വേഴ്സ് 15. God's ultimate nature is not just wrath, but unfailing love and grace. He promises that His judgment is temporary, but His mercy and compassion will return. God promises a future restoration. He will bring them back to the lands He originally gave them a second chance to live under His grace. God is always ready to forgive and restore those who turn to Him. Verse 16. ഇസ്രായേൽ ജനത്തെ ദ്രോഹിച്ച അയൽ രാജ്യങ്ങളായ അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരോട് ദൈവം സംസാരിക്കുന്നു. അവർ ഇസ്രായേലിനെ ബാലിന്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ പഠിപ്പിച്ചു. ഈ അന്യജാതിക്കാർ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് യഹോവയാണ് എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയമായ നല്ല വഴികൾ അവർ ശ്രദ്ധയോട് പഠിക്കണം. അവർ യഹോവയെ ഏകസത്യ ദൈവമായി സ്വീകരിക്കണം. ദൈവം സ്വന്തം ജനത്തെ മാത്രമല്ല തന്നെ ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഏത് അന്യജാതിയെയും ദൈവം സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ മുൻകാല തെറ്റുകൾ എന്തു തന്നെ ആയാലും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നവർക്ക് ദൈവത്തിൻ്റെ ജനത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെടുവാൻ അവകാശം ലഭിക്കും. Verse 17. If a nation refuses to listen and obey God, He will completely uproot and destroy it. അവർ ദൈവത്തോടെ അനുസരണക്കേട് കാണിച്ചാൽ ദൈവിക ശിക്ഷ നിശ്ചയമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ലഭിക്കണമെങ്കിൽ അനുസരണമുള്ള ഹൃദയം അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം അത് പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.